ഉചിതമായ എയർ ഫ്യൂൽ റേഷ്യോ ഉണ്ടാകുമ്പോഴാണ് എഞ്ചിനിൽ കമ്പഷൻ ഉണ്ടാകുന്നത്. അങ്ങനെ എയർ ഫ്യൂൽ റേഷ്യോ മിക്സ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് കാർബുറേറ്റർ. അതുകൊണ്ട് കാർബുറേറ്റർ യൂണിക്കോണിൻ്റെ ഒരു മുഖ്യമായ ഘട്ടമാകുന്നു. എൻ്റെ പേര് ലിയാണ്ടർ ഡൊമിനിക്. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നു എങ്ങനെയാണ് ഹോണ്ട യൂണിക്കോണിൻ്റെ കാർബുറേറ്റർ ക്ലീൻ ചെയ്യേണ്ടത്. ലീനിയർ ഡൈനാമിക് ഗാരേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും പിന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കും. കാർബുറേറ്റർ ക്ലീനിങ്ങിന് ആവശ്യമായ ടൂൾസ്: പ്ലെയർ, സ്റ്റാർ, സ്ക്രൂ ഡ്രൈവർ, 15 സൈസ് സ്പാനർ, ബ്രഷ്, ഡീസൽ, റെഡ് ക്ലോത്ത്സ്. ടൂൾസ് എല്ലാം റെഡിയാണെങ്കിൽ നമുക്ക് ജോബ് തുടങ്ങാം. സ്റ്റെപ്പ് 1, സൈഡ് കവർ നീക്കം ചെയ്യുക. ഹോണ്ട യൂണിക്കോൺ കാർബുറേറ്റർ കാണാനായിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡ് കവർ തുറക്കണം. സ്റ്റെപ്പ് 2, ബൈക്കിൽ നിന്ന് കാർബുറേറ്റർ നീക്കം ചെയ്യുക. കാർബുറേറ്റർ പുറത്ത് എടുക്കാനായിട്ട് നമുക്ക് ആദ്യം ഈ കവർ മാറ്റണം. പിന്നെ ഈ സ്ക്രൂ തുറന്ന ശേഷം നമുക്ക് ആക്സിലറേഷൻ കേബിൾ മാറ്റാം. ഇപ്പോൾ നമ്മുടെ കാർബുറേറ്റർ കുറച്ച് ഫ്രീ ആയി. ഇനി നമുക്ക് 15 സൈസ് സ്പാനർ വെച്ച് നമ്മൾ ചോക്ക് കേബിൾ അഴിച്ചു മാറ്റും. പിന്നെ കാർബുറേറ്ററിൽ നിന്ന് കണക്റ്റ് ആവുന്ന എല്ലാ ട്യൂബ് കണക്ഷൻ അഴിച്ചു മാറ്റും. സ്റ്റെപ്പ് 3, കാർബുറേറ്റർ പൊളിക്കുക. കാർബുറേറ്റർ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് ഇനി ഡിസ്മാന്റിൽ ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ കാർബുറേറ്ററിന്റെ ഡ്രെയിൻ പ്ലഗ് തുറന്ന ശേഷം ഇതിൽ ബാക്കിയുള്ള പെട്രോൾ നമ്മൾ ഡ്രെയിൻ ചെയ്യാം. പിന്നെ ടോപ്പ് ക്യാപ്പ് തുറന്നിട്ട് ഡയഫ്രമിനെ പുറത്തെടുക്കണം. പിന്നെ ബോട്ടം ക്യാപ്പ് തുറന്നിട്ട് ഫ്ലോട്ട്, പൈലറ്റ് ജെറ്റ്, പിന്നെ മെയിൻ ജെറ്റിനെ പുറത്തേക്ക് എടുക്കണം.
മിക്സ്ചർ സ്ക്രൂ കാർബറേറ്ററിന്റെ മുഖ്യമായ സ്ക്രൂ ആണ്. ഇതിനെ തുറക്കുന്ന മുൻപേ ആദ്യം ഈ സ്ക്രൂ പൂട്ടാനുള്ള ടേൺസിന്റെ എണ്ണം നോട്ട് ചെയ്യുക. ക്ലീൻ ചെയ്തതിനു ശേഷം നമുക്ക് ഈ സ്ക്രൂവിനെ ട്യൂൺ ചെയ്യേണ്ടതാണ്. സ്റ്റെപ്പ് 4 കാർബറേറ്റർ കട്ടുകൾ വൃത്തിയാക്കുക. കാർബറേറ്റർ പൂർത്തിയായി ഡിസ്മാന്റിൽ ചെയ്തതിനു ശേഷം നമ്മൾ ഇതിന്റെ പാർട്സ് ഡീസൽ വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യുന്നതാണ്. സ്റ്റെപ്പ് 5 കാർബറേറ്റർ അസംബ്ലി. കാർബറേറ്ററിന്റെ പാർട്സ് ക്ലീൻ ആയതിനു ശേഷം നമുക്ക് ഇനി അസംബ്ലി ചെയ്യാം. ആദ്യം നമുക്ക് ഡയഫ്രം പിന്നെ സ്പ്രിംഗ് ഇട്ടതിനു ശേഷം നമുക്ക് ടോപ്പ് ക്യാപ്പ് അടയ്ക്കാൻ പറ്റും. ഇനി നമ്മൾ മിക്സ്ചർ സ്ക്രൂവിനെ ട്യൂൺ ചെയ്യാം. ആദ്യം പൂർത്തിയായ സ്ക്രൂവിനെ ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നോട്ട് ചെയ്ത നമ്പർ ഓഫ് ടേൺസ് വെച്ച് മിക്സ്ചർ സ്ക്രൂവിനെ ട്യൂൺ ചെയ്യും.
ഇനി നമ്മൾ പൈലറ്റ് ജെറ്റ് പിന്നെ മെയിൻ ജെറ്റിനെ പിടിപ്പിക്കും. എന്നിട്ട് ഫ്ലോട്ടിൽ നീഡിൽ പ്ലേസ് ചെയ്തിട്ട് ശേഷം ഹിഞ്ച് നീഡിൽ വെച്ച് നമ്മൾ ഫ്ലോട്ടിനെ ലോക്ക് ചെയ്യും. ഫ്ലോട്ട് സെറ്റ് ആയതിനു ശേഷം നമുക്കിനി ബോട്ടം ക്യാപ്പ് പൂട്ടാൻ പറ്റും. സ്റ്റെപ്പ് 6 കാർബറേറ്റർ തിരികെ വെക്കുക. കാർബറേറ്ററിന്റെ അസംബ്ലി പൂർത്തിയായി ഉണ്ടെങ്കിൽ നമുക്കിനി കാർബറേറ്ററിനെ ബൈക്കിൽ തിരിച്ചു വെക്കാം.